ശാന്തി 2-5-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഏകാന്തതയിൽ ഇരുന്ന് സ്വയം തന്നോട് സംസാരിക്കൂ. ഞാൻ അവിനാശി ആത്മാവാണ്. ബാബയിൽ നിന്നും കേൾക്കുകയാണ്. ഈ പ്രാക്ടീസ് ചെയ്യൂ. ചോദ്യം: ഓർമ്മയിൽ അലക്ഷ്യരായ കുട്ടികളുടെ മുഖത്തു നിന്നും ഏതൊരു വാക്കുകൾ പുറത്തു വരുന്നു? ഉത്തരം: അവർ പറയുന്നു, നമ്മൾ ശിവ് ബാബയുടെ കുട്ടികൾ തന്നെയാണ്, ഓർമ്മയിൽ തന്നെയാണ്. എന്നാൽ ബാബ പറയുന്നു, അതെല്ലാം വീമ്പ് പറയലാണ്, അലക്ഷ്യമാണ്. ഇതിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. രാവിലെ എഴുന്നേറ്റ് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കണം. ആത്മീയ സംഭാഷണം നടത്തണം. ആത്മാവ് തന്നെയാണ് സംഭാഷണം നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ദേഹി അഭിമാനി ആകുന്നു. ദേഹി അഭിമാനികളായ കുട്ടികളാണ് ഓർമ്മയുടെ ചാർട്ട് വയ്ക്കുന്നത്. കേവലം ജ്ഞാനത്തെക്കുറിച്ച് വീമ്പിളക്കുന്നില്ല. ഗീതം മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. പ്രാണൻ എന്ന് ആത്മാവിനെയാണ് പറയുന്നത്. ഇപ്പോൾ ബാബ ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ ഗീതം ഭക്തി മാർഗത്തിൻ്റെതാണ്. ഇതിൻ്റെ സാരം മാത്രമാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ദേഹത്തിൻ്റെ ബോധം ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ ആത്മാവ് വളരെ ചെറിയ ബിന്ദുവാണ്. ഞാൻ തന്നെയാണ് ഈ ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്നത്. ഈ ആത്മാവിൻ്റെ ജ്ഞാനം ആർക്കും തന്നെയില്ല. ഇത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഞാൻ ചെറിയൊരു ആത്മാവാണ്. ആത്മാവാണ് മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നത് ഈ ശരീരത്തിലൂടെ. അപ്പോൾ ദേഹാഭിമാനം മാറട്ടെ. ഇതാണ് പ്രയത്നം. നമ്മൾ ആത്മാക്കൾ ഈ മുഴുവൻ നാടകത്തിലെയും ആക്ടേഴ്സാണ്. ഉയർന്നതിലും ഉയർന്ന ആക്ടറാണ് പരംപിത പരമാത്മാവ്. ബുദ്ധിയിൽ ഇതുണ്ട്. ആ ഒന്നും ഇത്രയും ചെറിയ ബിന്ദുവാണ്. ആ ഒന്നിൻ്റെ മഹിമ എത്ര വലുതാണ്. ജ്ഞാനത്തിൻ്റെ സാഗരവും സുഖത്തിൻ്റെ സാഗരവുമാണ്. എന്നാൽ ചെറിയൊരു ബിന്ദുവാണ്. നമ്മൾ ആത്മാക്കളും ചെറിയ ബിന്ദുവാണ്. ആത്മാവിനെ ദിവ്യ ദൃഷ്ടിയിലൂടെ അല്ലാതെ കാണുവാൻ സാധിക്കില്ല. ഈ പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ളവർ എന്തറിയാൻ? യഥാർത്ഥ രീതിയിൽ അറിയുകയും ഞാൻ ആത്മാവ് ചെറിയൊരു ബിന്ദുവാണ് എന്ന് ബുദ്ധിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളിൽ കുറച്ചു പേരാണ്. നമ്മുടെ ബാബ ഈ ഡ്രാമയിലെ മുഖ്യ ആക്ടറാണ്. ഉയർന്നതിലും ഉയർന്ന ആക്ടർ ബാബയാണ്. പിന്നെ ഇന്ന ആൾക്കാർ വരുന്നു. നിങ്ങൾക്കറിയാം, ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. എന്നാൽ ശരീരമില്ലാതെ ജ്ഞാനം കേൾപ്പിക്കുവാൻ സാധിക്കില്ല. ശരീരത്തിലൂടെ തന്നെയാണ് സംസാരിക്കാൻ സാധിക്കുന്നത്. അശരീരി ആകുന്നതിലൂടെ ഓർഗൻസ് വേർപെടുന്നു. ഭക്തി മാർഗത്തിൽ ദേഹധാരികളെയാണ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. പരംപിത പരമാത്മാവിൻ്റെ നാമം, രൂപം, ദേശം, കാലം എന്നിവയെ അറിയുന്നതേയില്ല. പരമാത്മാവ് നാമരൂപത്തിൽ നിന്നും വേറിട്ടവനാണ് എന്ന് മാത്രം പറയുന്നു. ബാബ പറയുന്നു, ഡ്രാമ അനുസരിച്ച് നിങ്ങൾ നമ്പർ 1 സദോ പ്രധാനമായിരുന്നു. നിങ്ങൾക്ക് തന്നെ വീണ്ടും സദോ പ്രധാനമാകണം. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വീണ്ടും ഈ അവസ്ഥ ശക്തമാക്കണം. ഞാൻ ആത്മാവാണ്. ആത്മാവാണ്
ഈ ശരീരത്തിലൂടെ സംസാരിക്കുന്നത്. അതിലാണ് ജ്ഞാനമുള്ളത്. നമ്മുടെ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അവിനാശിയായി അടങ്ങിയിരിക്കുന്നു എന്ന ജ്ഞാനം ആരുടെയും ബുദ്ധിയിലില്ല. ഇത് വളരെ പുതിയ പുതിയ പോയിന്റ്സ് ആണ്. ഏകാന്തതയിലിരുന്ന് സ്വയം തന്നോട് ഇങ്ങനെയെല്ലാം സംസാരിക്കണം. നമ്മൾ ആത്മാവാണ്, ബാബയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ധാരണ ആത്മാവായ എന്നിലാണ് ഉണ്ടാകുന്നത്. ആത്മാവായ എന്നിൽ തന്നെയാണ് പാർട്ട് അടങ്ങിയിരിക്കുന്നത്. ഞാൻ ആത്മാവ് അവിനാശിയാണ്. ഇത് ഉള്ളിൽ അഭ്യസിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകണം. ദേഹാഭിമാനികളായ മനുഷ്യർക്ക് ആത്മാവിൻ്റെയും ജ്ഞാനമില്ല. എത്ര വലിയ വലിയ പുസ്തകങ്ങൾ തൻ്റെ പക്കൽ വയ്ക്കുന്നു. എത്ര അഹങ്കാരമാണുള്ളത്. ഇത് തമോ പ്രധാന ലോകം തന്നെയാണ്. ഉയർന്നതിലും ഉയർന്ന ആത്മാവായി ആരും തന്നെയില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ ഉള്ളിൽ അഭ്യസിക്കണം. ജ്ഞാനം കേൾക്കുന്നവരും ധാരാളമുണ്ട്, പക്ഷേ ഓർമ്മ ഉണ്ടായിരിക്കുന്നില്ല. ഉള്ളിൽ ആ അന്തർമുഖത ഉണ്ടായിരിക്കണം. നമുക്ക് ബാബയുടെ ഓർമ്മയിലൂടെ പതീതത്തിൽ നിന്നും പാവനം ആകേണ്ടതുണ്ട്. വെറും പണ്ഡിതനല്ല ആകേണ്ടത്. ഇതിനെക്കുറിച്ച് ഒരു പണ്ഡിതന്റെ ഉദാഹരണവുമുണ്ട്. മാതാക്കളോട് പറയുന്നു, രാമ രാമ എന്ന് പറയുന്നതിലൂടെ അക്കരെ എത്തും. അതേപോലെ വീമ്പ് പറയുന്നവരാകരുത്. ഇങ്ങനെ ധാരാളം പേരുണ്ട്. വളരെ നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, പക്ഷേ യോഗം ഇല്ല. മുഴുവൻ ദിവസവും ദേഹാഭിമാനത്തിൽ ഇരിക്കുന്നു. അല്ലാത്ത പക്ഷം നമ്മൾ ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്നുവെന്നും ഇത്ര ഓർമ്മിക്കുന്നുവെന്നും ബാബയ്ക്ക് ചാർട്ട് അയക്കേണ്ടതാണ്. യാതൊരു സമാചാരവും നൽകുന്നില്ല. ജ്ഞാനത്തിൻ്റെ വളരെയധികം വീമ്പ് പറയുന്നു. യോഗമില്ല. വലിയ വലിയ ആൾക്കാർക്ക് ജ്ഞാനം നൽകുന്നുണ്ട്, പക്ഷേ യോഗത്തിൽ അപക്വമാണ്. രാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കണം. ബാബ, അങ്ങ് എത്ര മോസ്റ്റ് ബിലവഡാണ്. ഇത് എത്ര വിചിത്രമായ ഡ്രാമയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ആരും ഈ രഹസ്യം അറിയുന്നില്ല. ആത്മാവിനെയോ പരമാത്മാവിനെയോ അറിയുന്നില്ല. ഈ സമയത്തെ മനുഷ്യർ മൃഗങ്ങളെക്കാൾ മോശമാണ്. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. മായയുടെ രാജ്യത്തിൽ എത്ര ദുർദശയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ ജ്ഞാനം ആർക്കും നൽകാം. പറയൂ, നിങ്ങൾ ആത്മാവ് ഇപ്പോൾ തമോ പ്രധാനമാണ്. നിങ്ങൾക്ക് സതോ പ്രധാനമാകണം. ആദ്യം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ദരിദ്രർക്ക് കൂടുതൽ സഹജമാണ്. ധനികർക്ക് ധാരാളം സങ്കീർണതകൾ ഉണ്ട്. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ സാധാരണ ശരീരത്തിലാണ്. വളരെ ദരിദ്രവുമല്ല, വളരെ ധനികനുമല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കൽപ്പം തോറും ബാബ വന്ന് നമുക്ക് എങ്ങനെ പാവനമാകാം എന്നതിൻ്റെ ശിക്ഷണം നൽകുന്നു. പിന്നെ നിങ്ങളുടെ തൊഴിലിലും മറ്റും പ്രയാസങ്ങളുണ്ട്. അതിനുവേണ്ടി അല്ല ബാബ വന്നിരിക്കുന്നത്. നിങ്ങൾ വിളിക്കുന്നത് തന്നെ ഹേ പതീത പാവന വരൂ എന്നാണ്. അപ്പോൾ ബാബ പാവനമാകുന്നതിൻ്റെ യുക്തി പറഞ്ഞു തരുന്നു. ഈ ബ്രഹ്മാവ് സ്വയം യാതൊന്നും അറിഞ്ഞിരുന്നില്ല. ആക്ടർ ആയിരിക്കുകയും ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തെ അറിയാതിരിക്കുകയും ആണെങ്കിൽ അവരെ എന്തു പറയും? നമ്മൾ ആത്മാവ് ഈ സൃഷ്ടി ചക്രത്തിൽ അഭിനേതാക്കളാണ്. ഇതും ആരും അറിയുന്നില്ല. ആത്മാവ് മൂലവതനത്തിലാണ് നിവസിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അനുഭവത്തോടെയല്ല പറയുന്നത്. നിങ്ങളാണെങ്കിലോ ഇപ്പോൾ പ്രാക്ടിക്കലായി അറിയുന്നു. നമ്മൾ ആത്മാവ് മൂലവതനത്തിലെ നിവാസിയാണ്.
നമ്മൾ ആത്മാവ് അവിനാശിയാണ്. ഇത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം. വളരെ പേർക്ക് യോഗം തികച്ചും ഇല്ല. ദേഹ അഭിമാനം കാരണം മിസ്റ്റേക്സും നിരവധി ഉണ്ടാകുന്നു. മുഖ്യമായ കാര്യം തന്നെ ദേഹി അഭിമാനി ആകുന്നതിൻ്റെതാണ്. നമുക്ക് സദോ പ്രധാനമാകണം എന്ന ചിന്തയുണ്ടായിരിക്കണം. ഏത് കുട്ടികൾക്കാണോ സദോ പ്രധാനമാകുന്നതിനുള്ള താല്പര്യമുള്ളത് അവരുടെ മുഖത്തു നിന്നും ഒരിക്കലും കല്ലുകൾ പുറത്തു വരില്ല. ഏതെങ്കിലും തെറ്റ് സംഭവിച്ചു എങ്കിൽ ഉടനെ ബാബയെ അറിയിക്കും. ബാബ, നമ്മിലൂടെ ഈ തെറ്റ് സംഭവിച്ചു, ക്ഷമിക്കണം. ഒളിപ്പിച്ചു വയ്ക്കുകയില്ല. ഒളിപ്പിക്കുന്നതിലൂടെ അത് കൂടുതൽ വർദ്ധിക്കുന്നു. ബാബയ്ക്ക് സമാചാരം കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബ എഴുതും, നിങ്ങളുടെ യോഗം ശരിയല്ല. പാവനമാകുന്നതിൻ്റെതാണ് മുഖ്യമായ കാര്യം. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ 84 ജന്മങ്ങളുടെയും കഥയുണ്ട്. എത്ര സാധിക്കുമോ ഈ ഒരു ചിന്ത നടന്നുകൊണ്ടിരിക്കണം. സദോ പ്രധാനമാകണം. ദേഹാഭിമാനം ഉപേക്ഷിക്കണം. നിങ്ങൾ രാജഋഷിയാണ്. ഹഠയോഗികൾക്ക് ഒരിക്കലും രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. രാജയോഗം ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ജ്ഞാനവും ബാബ തന്നെയാണ് നൽകുന്നത്. ബാക്കി ഈ സമയത്ത് തമോ പ്രധാന ഭക്തിയാണ്. ജ്ഞാനം ബാബ സംഗമത്തിലാണ് വന്ന് കേൾപ്പിക്കുന്നത്. ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ ഭക്തി സമാപ്തമാകേണ്ടതുണ്ട്. ഈ ലോകവും സമാപ്തമാകേണ്ടതുണ്ട്. ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും സത്യുഗത്തിൻ്റെ സ്ഥാപനം ഉണ്ടാകുന്നു. ഭക്തി വ്യത്യസ്തമായ കാര്യമാണ്. ദുഃഖവും സുഖവും ഇവിടെ തന്നെയാണുള്ളത് എന്ന് മനുഷ്യർ പറയുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ മേൽ വലിയ ഉത്തരവാദിത്വമാണുള്ളത്. തൻ്റെ മംഗളം ചെയ്യുന്നതിൻ്റെ യുക്തി രചിച്ചുകൊണ്ടിരിക്കൂ. ഇതം മനസ്സിലാക്കിച്ചു തന്നു. പാവന ലോകമാണ് ശാന്തിധാമവും സുഖധാമവും. ഇത് അശാന്തിധാമവും ദുഃഖധാമവുമാണ്. ആദ്യത്തെ മുഖ്യ കാര്യമാണ് യോഗത്തിൻ്റേത്. യോഗമില്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ വീമ്പ് പറയുന്നവരാണ്. കേവലം പണ്ഡിതനെ പോലെ. ഇക്കാലത്ത് അത്ഭുത സിദ്ധികളും വളരെയധികം ഇറങ്ങിയിരിക്കുകയാണ്. ഇതുമായി ജ്ഞാനത്തിന് കണക്ഷനില്ല. മനുഷ്യർ എത്ര അസത്യത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. പതീതമാണ്. ബാബ സ്വയം പറയുന്നു, ഞാൻ പതീത ലോകത്തിൽ പതീത ശരീരത്തിൽ വരുന്നു. പാവനമായി ആരും തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നില്ല. ഇദ്ദേഹമാകട്ടെ സ്വയം തന്നെ ഭഗവാൻ എന്ന് പറയുന്നില്ല. ഇദ്ദേഹം പറയുന്നു, ഞാനും പതീതമാണ്. പാവനമാകുമ്പോൾ ഫരിഷ്തയായി മാറും. നിങ്ങളും പവിത്ര ഫരിഷ്തയായി മാറും. അപ്പോൾ നമുക്ക് എങ്ങനെ പാവനമായി മാറാം എന്നതാണ് മുഖ്യമായ കാര്യം. ഓർമ്മ വളരെ അത്യാവശ്യമാണ്. ഏത് കുട്ടികളാണോ ഓർമ്മയിൽ അലക്ഷ്യരായവർ അവർ പറയുന്നു, നമ്മൾ ശിവബാബയുടെ കുട്ടികൾ തന്നെയാണ്, ഓർമ്മയിൽ തന്നെയാണ്. എന്നാൽ ബാബ പറയുന്നു, അതെല്ലാം അയഥാർത്ഥമാണ്, അലക്ഷ്യമാണ്. ഇതിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. രാവിലെ എഴുന്നേറ്റ് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കണം. ആത്മീയ സംഭാഷണം നടത്തണം. ആത്മാവ് തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ദേഹി അഭിമാനി ആകുന്നു. ആരുടെയെങ്കിലും മംഗളം ചെയ്യുന്നത് ആരാണോ അവരുടെ മഹിമയും ചെയ്യപ്പെടുന്നുവല്ലോ. അത് ദേഹത്തിൻ്റെ മഹിമയാണ് ഉണ്ടാകുന്നത്. ഇതാകട്ടെ നിരാകാരനായ പരംപിത പരമാത്മാവിൻ്റെ മഹിമയാണ്. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഏണിപ്പടി മറ്റാരുടെയും ബുദ്ധിയിൽ ഉണ്ടാവുകയില്ല. നമ്മൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്, താഴെ ഇറങ്ങി വരുന്നത്?
ഇപ്പോൾ പാപത്തിൻ്റെ കുടം നിറഞ്ഞിരിക്കുന്നു. അത് എങ്ങനെ ശുചിയാകും? അതിനാലാണ് ബാബയെ വിളിക്കുന്നത്. നിങ്ങൾ പാണ്ഡവ സമ്പ്രദായമാണ്. നിങ്ങൾ റിലീജിയോയും പൊളിറ്റിക്കലുമാണ്. ബാബ എല്ലാ റിലീജിയൻ്റെയും കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റാർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. മറ്റ് ധർമ്മങ്ങൾ സ്ഥാപിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്? അവരുടെ പിന്നാലെ മറ്റുള്ളവർക്കും താഴേക്ക് വരേണ്ടി വരുന്നു. പിന്നെ അവർ മോക്ഷമൊന്നും നൽകുന്നില്ല. ബാബയാണ് അന്തിമത്തിൽ വന്ന് സർവരെയും പവിത്രമാക്കി മാറ്റി തിരികെ കൊണ്ടുപോകുന്നത്. അതിനാൽ ആ ഒന്നിനല്ലാതെ മറ്റാർക്കും മഹിമയില്ല. ബ്രഹ്മാവിനും നിങ്ങൾക്കും യാതൊരു മഹിമയുമില്ല. ബാബ വന്നില്ലായിരുന്നു എങ്കിൽ നിങ്ങളും എന്ത് ചെയ്യുമായിരുന്നേനെ? ഇപ്പോൾ ബാബ നിങ്ങളെ കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നു. നിന്റെ കൃപയിലൂടെ സർവരുടെയും നന്മ എന്ന് പാടുന്നുമുണ്ട്. എന്നാൽ അർത്ഥം യാതൊന്നും മനസ്സിലാക്കുന്നില്ല. മഹിമയാകട്ടെ വളരെയധികം ചെയ്യുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു. അകാലം എന്നത് ആത്മാവാണ്. അതിൻ്റെ സിംഹാസനമാണ് ഇത്. ആത്മാവ് അവിനാശിയാണ്. കാലൻ ഒരിക്കലും ഭക്ഷിക്കുന്നില്ല. ആത്മാവിന് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ട് അഭിനയിക്കണം. അല്ലാതെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഏതെങ്കിലും കാലനോ മറ്റോ വരുന്നില്ല. നിങ്ങൾക്ക് ശരീരം ഉപേക്ഷിക്കുന്നതിൻ്റെ ദുഃഖമൊന്നും ഉണ്ടാകുന്നില്ല. ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ട് അഭിനയിക്കുവാനായി പോയി. കരയേണ്ട എന്താവശ്യമാണ്? നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ്. ഇതും നിങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്നും പാടുന്നുണ്ട്. ബാബ എവിടെയാണ് വന്ന് കണ്ടുമുട്ടുന്നത്? ഇതും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യത്തിൻ്റെയും അറിവ് ലഭിക്കുന്നു. എപ്പോൾ മുതൽ കേട്ടുവരികയാണ്? ഏതെങ്കിലും പുസ്തകമോ മറ്റോ എടുക്കുന്നില്ല. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടി റെഫർ ചെയ്യുക മാത്രം ചെയ്യുന്നു. ബാബ സത്യമാണ്. അപ്പോൾ സത്യമായ രചനയെ രചിക്കുന്നു. സത്യം പറയുന്നു. സത്യത്തിലൂടെ ജയം, അസത്യത്തിലൂടെ തോൽവി. സത്യമായ ബാബ സത്യഖണ്ഡം സ്ഥാപിക്കുന്നു. രാവണനോട് നിങ്ങൾ വളരെയധികം തോറ്റുപോയി. ഈ കളിയെല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ രാജ്യം സ്ഥാപനമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവയെല്ലാം ഉണ്ടായിരിക്കുകയില്ല. ഇവയെല്ലാം പിന്നീടാണ് വന്നത്. ഈ സൃഷ്ടിചക്രം ബുദ്ധിയിൽ വയ്ക്കുന്നത് എത്ര സഹജമാണ്. ആരാണോ പുരുഷാർത്ഥികളായ കുട്ടികൾ, അവർ നമ്മൾ ജ്ഞാനം വളരെ നന്നായി കേൾപ്പിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയില്ല. അതോടൊപ്പം യോഗവും മാനേഴ്സും ധാരണ ചെയ്യും. നിങ്ങൾക്ക് വളരെ വളരെ മധുരമാകണം. ആരെയും ദുഃഖിപ്പിക്കരുത്. സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. പവിത്രതയുടെ കാര്യത്തിലും എത്ര കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. അതും ഡ്രാമ അനുസരിച്ച് ഉണ്ടാകുന്നതാണ്. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണല്ലോ. ഡ്രാമയിൽ ഉണ്ടെങ്കിൽ ലഭിക്കും എന്നത് പാടില്ല. പ്രയത്നിക്കണം. ദൈവതമാരെ പോലെ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഉപ്പുവെള്ളമാകരുത്. നമ്മൾ തലകീഴായ പെരുമാറ്റത്തിലൂടെ ബാബയുടെ മാനം കളയുന്നില്ലല്ലോ എന്ന് നോക്കണം. സദ്ഗുരുവിൻ്റെ നിന്ദകന് ലക്ഷ്യസ്ഥാനം നേടുവാൻ സാധിക്കില്ല. ഇത് പിതാവാണ്. സത് ടീച്ചറാണ്. ആത്മാവിന് ഇപ്പോൾ സ്മൃതി ഉണ്ടായിരിക്കുന്നു. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരവും സുഖത്തിൻ്റെ സാഗരവുമാണ്. തീർച്ചയായും ജ്ഞാനം നൽകി പോയിട്ടുണ്ട്. അതിനാലാണ് മഹിമയുണ്ടാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മാവിൽ എന്തെങ്കിലും ജ്ഞാനമുണ്ടായിരുന്നുവോ?
ആത്മാവ് എന്താണ്, ഡ്രാമ എന്താണ്, ഇത് ആരും അറിയുന്നില്ല. അറിയേണ്ടത് മനുഷ്യർ തന്നെയാണല്ലോ. രുദ്രയജ്ഞം രചിക്കുമ്പോൾ ആത്മാക്കളെ പൂജിക്കുന്നു. ആ ഒന്നിൻ്റെ പൂജയാണോ നല്ലത്, അതോ ദേവതാ ശരീരങ്ങളുടെ പൂജയാണോ നല്ലത്? ഈ ശരീരം 5 തത്വങ്ങളുടേതാണ്. അതിനാൽ ഒരു ശിവബാബയുടെ പൂജ മാത്രമാണ് അവ്യഭിചാരി പൂജ. ഇപ്പോൾ ആ ഒന്നിൽ നിന്ന് തന്നെ കേൾക്കണം. അതിനാൽ പറയുന്നു, ഹിയർ നോ ഈവിൾ. അപകീർത്തിയുടെ യാതൊരു കാര്യവും കേൾക്കാതിരിക്കൂ. എന്നിൽ നിന്നും മാത്രം കേൾക്കൂ. ഇതാണ് അവ്യഭിചാരി ജ്ഞാനം. മുഖ്യമായ കാര്യമാണ്. എപ്പോൾ ദേഹാഭിമാനം ഇല്ലാതാകുന്നു, അപ്പോൾ തന്നെയാണ് നിങ്ങൾ ശീതളമാകുന്നത്. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമെങ്കിൽ മുഖത്തിലൂടെയും തലകീഴായ വാക്കുകൾ പറയുകയില്ല, കുദൃഷ്ടി പോവുകയില്ല. കണ്ടുകൊണ്ടും കാണാത്തതുപോലെയായിരിക്കും. നമ്മുടെ ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം തുറന്നിരിക്കുകയാണ്. ബാബ വന്ന് ത്രിനേത്രിയും ത്രികാലദർശിയും ആക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 3 കാലങ്ങളുടെയും 3 ലോകങ്ങളുടെയും ജ്ഞാനമുണ്ട്. ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനം കേൾപ്പിക്കുന്നതോടൊപ്പം യോഗത്തിലും ഇരിക്കണം. നല്ല മാനേഴ്സ് ധാരണ ചെയ്യണം. വളരെ മധുരമാകണം. വായിൽ നിന്നും ഒരിക്കലും കല്ലുകൾ പുറപ്പെടുവിക്കരുത്. അന്തർമുഖിയായി ഏകാന്തതയിൽ ഇരുന്ന് സ്വയം തന്നോട് ആത്മീയ സംഭാഷണം നടത്തണം. പാവനമാകുന്നതിനുള്ള യുക്തികൾ കണ്ടെത്തണം. അതിരാവിലെ എഴുന്നേറ്റ് ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. വരദാനം: വയർലെസ് സെറ്റിലൂടെ വിനാശകാലത്തിൽ അന്തിമ ഡയറക്ഷൻസ് ക്യാച്ച് ചെയ്യുന്ന വൈസ്ലെസ് ആയി ഭവിക്കട്ടെ. വിനാശത്തിൻ്റെ സമയത്ത് അന്തിമ ഡയറക്ഷൻസ് ക്യാച്ച് ചെയ്യുന്നതിനായി വൈസ്ലെസ് ബുദ്ധി ആവശ്യമാണ്. ഇതുപോലെ അവർ വയർലെസ് സെറ്റിലൂടെ പരസ്പരം ശബ്ദം എത്തിക്കുന്നു. ഇവിടെയുള്ളത് വൈസ്ലെസ്സിൻ്റെ വയർലെസ് ആണ്. ഈ വയർലെസ്സിലൂടെ താങ്കൾക്ക് ശബ്ദം വരും. ഇന്ന് സേഫ് സ്ഥാനത്ത് എത്തിച്ചേരൂ. ഏത് കുട്ടികളാണോ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്ന വൈസ്ലെസ് ആയവർ, ആർക്കാണോ അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം ഉള്ളത്, അവർ വിനാശത്തിൽ വിനാശമാവുകയില്ല. എന്നാൽ സ്വ ഇച്ഛയാൽ ശരീരം ഉപേക്ഷിക്കും. സ്ലോഗൻ: യോഗത്തെ അകറ്റി നിർത്തി കർമ്മത്തിൽ ബിസിയാകുന്നത് അലക്ഷ്യമാണ്. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയുടെയും പ്യൂരിറ്റിയുടെയും പേഴ്സണാലിറ്റി ധാരണ ചെയ്യൂ. പ്യൂരിറ്റിയുടെ റോയൽറ്റി എന്നാൽ ഏകവൃത ആവുക. ഒരു ബാബ, രണ്ടാമത് ആരുമില്ല. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ സമ്പൂർണ്ണ പാവനം ആകുന്നതിനായി ഏകവ്രതയുടെ പാഠം ഉറപ്പിക്കൂ. വൃത്തിയിൽ ശുഭഭാവനയും ശുഭകാമനയും ഉണ്ടായിരിക്കട്ടെ. ദൃഷ്ടിയിലൂടെ ഓരോരുത്തരെയും ആത്മീയ രൂപത്തിൽ അഥവാ ഫരിഷ്ത രൂപത്തിൽ നോക്കൂ. കർമ്മത്തിലൂടെ ഓരോ ആത്മാവിനും സുഖം നൽകൂ, സുഖം നേടൂ. ആരെങ്കിലും ദുഃഖം നൽകിയാലും അപകീർത്തി നൽകിയാലും ഇൻസൾട്ട് ചെയ്താലും താങ്കൾ സഹനശീല ദേവിയും സഹനശീല ദേവനും ആകൂ. ഓം ശാന്തി. ഓം ശാന്തി. വ്യക്ത
ഭാവത്തിൻ്റെ സ്മൃതികൾക്ക് വിരാമമിട്ട് ഞാൻ ആത്മാവ് ബിന്ദുരൂപമാണ് എന്ന സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുന്നു. മസ്തകമധ്യത്തിലെ ജ്യോതി ബിന്ദു സ്വരൂപത്തെ ബുദ്ധിരൂപി നേത്രത്തിലൂടെ ദർശിച്ച് ബിന്ദുരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബിന്ദുരൂപ ആത്മാവായ ഞാൻ ബിന്ദുരൂപമായ പരമാത്മാവിൽ ബുദ്ധിയോഗം യോജിപ്പിച്ച് യോഗയുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ വ്യർത്ഥ വികൽപരഹിതമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടി ചക്രത്തിൻ്റെ ആദിയിൽ ഞാൻ ഒരു ബിന്ദുവായി വന്നു. സൃഷ്ടിയുടെ അന്തിമത്തിലും ബിന്ദുവായ ബാബയോടൊപ്പം പോകേണ്ടതുണ്ട്. ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്ഥൂല ദേഹം ഉണ്ടായിരിക്കുമ്പോഴും ആകാരി രൂപത്തിൽ ഭാരരഹിതമായി സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ ഞാൻ ബിന്ദുരൂപനായ ബാബയുടെ ഛത്രഛായയ്ക്കുള്ളിൽ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനേകം വിസ്താരങ്ങളെ കണ്ടും കാണാതിരിക്കാൻ, കേട്ടും കേൾക്കാതിരിക്കാനുള്ള വിശേഷ കഴിവ് എന്നിൽ ഉണ്ടാകുന്നു. ദുഃഖ അശാന്തിയുടെ അന്തരീക്ഷത്തിലും അവയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തമായ നിർലേപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നു. ഈ ശക്തിശാലി ബിന്ദുരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെയും മസ്തകത്തിൽ തിളങ്ങുന്ന ബിന്ദുവിനെ കാണുവാൻ എനിക്ക് സഹജമായി കഴിയുന്നു. ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ഭാവനയും വാക്കുകളും കർമ്മവും മഹത്തരവും ശ്രേഷ്ഠവുമാകുന്നു. എന്നിൽ നിന്നും സ്വാഭാവികമായി ശാന്തിയുടെയും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശക്തിയുടെയും ആത്മീയ കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു.